ഹായ് ഹലോ വെൽക്കം ടു സൈലം ടീച്ചിങ് എക്സാംസ്. ഞാൻ ലിയ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസും അതിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് ഫാക്ട്സുമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കേഡറ്റ് എക്സാമിന് വളരെ അടുത്തെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഒരു സ്മാർട്ട് ലേണിംഗ് ആണ്. അവിടെ തന്നെ എന്താണ്, ഒരു PYQ ഡിസ്കഷൻ ആണ് നിങ്ങൾ മെയിനായിട്ടും ഇനി ശ്രദ്ധിക്കേണ്ടത്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യണം. നമ്മളൊരു എക്സാം ഹാളിൽ പോയിരിക്കുമ്പോൾ ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് സഹായിക്കുന്ന കുറച്ച് പെഡഗോജിയും അതുപോലെ തന്നെ സൈക്കോളജി ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് കൂടുതലൊന്നും പറയേണ്ട, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, സ്റ്റുഡൻസ് പ്രിപ്പറേഷൻ ഓഫ് ക്രോസ് വേർഡ് റിലേറ്റഡ് ടു വിച്ച് ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസ്. അതായത് ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യം വന്നിട്ടുള്ളത്, അല്ലേ? ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ക്രോസ് വേർഡ് റിലേറ്റഡ് എന്ന് പറയുമ്പോൾ പദപ്രശ്നങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്, അല്ലേ? അപ്പോൾ ഈ പദപ്രശ്നം പൂർത്തീകരിക്കുക അല്ലെങ്കിൽ പദപ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യം ഏത് തരത്തിലുള്ള ബുദ്ധിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്? നാച്ചുറൽ ഇൻ്റലിജൻസ്, ലോജിക്കൽ ഇൻ്റലിജൻസ്, മ്യൂസിക്കൽ ഇൻ്റലിജൻസ്, സ്പേഷ്യൽ ഇൻ്റലിജൻസ്. ഏതുമായി ബന്ധപ്പെട്ടതാണ്? പദപ്രശ്നങ്ങൾ പൂർത്തീകരിക്കുക നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻ്റലിജൻസ് എന്താണ്? നാച്ചുറൽ ആണോ, ലോജിക്കൽ ആണോ, മ്യൂസിക്കൽ ആണോ, സ്പേഷ്യൽ ആണോ? ഏതാണ് ആവശ്യമായിട്ട് വരുന്നത്? ലോജിക്കൽ ഇൻ്റലിജൻസ് ആണ്. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്താണ് അവിടെ വെക്കേണ്ടത്? എങ്ങനെയാണ് ആ ഒരു വേർഡ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയാണ് ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ലോജിക്കലി തിങ്ക് ചെയ്യണം. എങ്കിലാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഹവാർഡ് ഗാർണർ കൊണ്ടുവന്നിട്ടുള്ള മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയിൽ നമുക്ക് 9 തരത്തിലുള്ള ബുദ്ധിയെ പറ്റിയാണ് പഠിക്കാനുള്ളത്. അതൊക്കെ വളരെ സിമ്പിളാണ്, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഡോക്യുമെന്റ് മസ്റ്റ് ബി കെപ്റ്റ് ഇൻ ഹാൻഡ് അറ്റ് ദ ടൈം ഓഫ് ടേക്കിംഗ് ക്ലാസ്സസ് ബൈ ദ ടീച്ചർ. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കയ്യിൽ വെക്കേണ്ട ഡോക്യുമെന്റ് എന്താണ്? അറ്റൻഡൻസ് രജിസ്റ്റർ, നൂൺ മീൽ രജിസ്റ്റർ, ടീച്ചിങ് മാനുവൽ, SRG മാനുവൽ. അപ്പോൾ ഏത് ഡോക്യുമെൻ്റ് ആണ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കയ്യിൽ വെക്കേണ്ടത്? കുട്ടികളുടെ ഹാജർ പുസ്തകമാണോ, അതല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിൻ്റെ രജിസ്റ്റർ ആണോ, ടീച്ചിങ് മാനുവൽ ആണോ, SRG മാനുവൽ ആണോ? ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. ഒരു ടീച്ചർ ഉറപ്പായിട്ടും കയ്യിൽ വെക്കേണ്ടത് എന്താണ്? ടീച്ചിങ് മാനുവൽ ആണ്. എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് പഠിപ്പിക്കാൻ പോകുന്നത്, ഇതിൻ്റെ പഠന നേട്ടങ്ങൾ എന്തൊക്കെയാണ്, പഠന പ്രവർത്തനങ്ങൾ, വിലയിരുത്തൽ, അതുപോലെ തന്നെ ഏതൊക്കെ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നമ്മൾ വിശദമായി എഴുതിയിട്ടുള്ളത് എവിടെയാണ്? ടീച്ചിങ് മാനുവലിലാണ്. ആ ടീച്ചിങ് മാനുവൽ കയ്യിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ്? ഇവിടെ 4 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് സോഷ്യൽ സയൻസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് റിലേറ്റഡ് ടു ദ സ്റ്റഡി ഓഫ് സോഷ്യൽ സയൻസ്? ഓക്കെ ആണല്ലോ. 4 സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചോളൂ. ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു സോഷ്യൽ ഇഷ്യൂസ്, സ്റ്റുഡൻസ് ദംസെൽസ് ഡിസ്കവർ ആൻഡ് ലേൺ, ടീച്ചർ ഷുഡ് സ്റ്റാൻഡ് ഇൻ ദി സെൻട്രൽ പൊസിഷൻ, സ്റ്റുഡൻസ് ഷുഡ് ബി ലെഡ് വിത്ത് ക്യൂരിയോസിറ്റി. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് സോഷ്യൽ സയൻസിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ശരിയായി വരുന്നത്? ട്രൂ ആയിട്ടുള്ള കോൺസെപ്റ്റ് ഏതൊക്കെയാണ്? ഏതൊക്കെ വരും? 1 and 2 ഓൺലി, 2nd and 3rd ഓൺലി, 3rd and 4th ഓൺലി, 1 and 4th ഓൺലി. ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? തന്നിട്ടുള്ളതിൽ 2 സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ സയൻസ് സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വരുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോഷ്യൽ ഇഷ്യൂസിന് പ്രാധാന്യം കൊടുക്കുന്നു, അതെന്താണ്? ശരിയാണ്. ഇനി സ്റ്റുഡൻസ് ദംസെൽസ് ഡിസ്കവർ ആൻഡ് ലേൺ, കുട്ടികൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്തോളും? കണ്ടെത്തി പഠിച്ചോളും. അത് സോഷ്യൽ സയൻസിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമായിട്ട് മാത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇനി മൂന്നാമത്തത് നോക്കൂ, ടീച്ചർ ഷുഡ് സ്റ്റാൻഡ് ഇൻ ദ സെൻട്രൽ പൊസിഷൻ. അതെന്താണ്? ടീച്ചർ എന്ത് ചെയ്യണം? ക്ലാസ് എടുക്കുന്ന സമയത്ത് സെൻട്രൽ പൊസിഷൻ ആയിരിക്കണം. അതായത് ടീച്ചർ സെൻറ്റേർഡ് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യേണ്ടത്. അതെന്താണ്? തെറ്റായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. നാലാമത്തത് നോക്കൂ, സ്റ്റുഡൻസ് ഷുഡ് ബി ലെഡ് വിത്ത് ക്യൂരിയോസിറ്റി. കുട്ടികൾ അവരുടെ ക്യൂരിയോസിറ്റിയെ ഫോളോ ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ അതിനെ എന്തിലേക്ക് ലെഡ് ചെയ്തോളും? പഠനത്തിലേക്ക് നയിച്ചോളും. ഇതിൽ ഏതൊക്കെ കാര്യമാണ് കറക്റ്റായിട്ട് വരുന്നത്? ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? 1st and 4th ഓൺലി. ഓക്കെ ആണല്ലോ. ഇപ്പോൾ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്ന സമയത്താണെങ്കിലും അവിടെ എന്താണ് നടന്നിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി നമ്മൾ വളർത്തിയെടുക്കണം.
അതിനോടൊപ്പം തന്നെ സോഷ്യൽ സയൻസിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ് സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റുമാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ? മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അതിൽ നിന്നും എടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഇൻക്ലൂഡഡ് ഇൻ ബ്ലെൻഡഡ് ലേണിംഗ്. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഓൺലൈൻ ലേണിംഗ്, ഓഫ്ലൈൻ ലേണിംഗ്, കൈറ്റ് വിക്ടേഴ്സ് ക്ലാസ്സസ്, ഓൾ ഓഫ് ദ എബവ്. അപ്പോൾ എന്താണ് ഈ ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്? എന്തിൻ്റെയോ ഒരു ബ്ലെൻഡിങ് ഫോം ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഒന്നുമില്ല മക്കളെ, ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ രീതിയിലുള്ള ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസും അതിനോടൊപ്പം തന്നെ നമ്മൾ പുതിയ രീതിയിലുള്ള ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്തിട്ടുണ്ട്? ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. അതാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? അപ്പോൾ ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? എല്ലാത്തിൻ്റെയും ഒരു മിക്സ് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, അതിനോടൊപ്പം തന്നെ ഓൺലൈൻ ഇൻസ്ട്രക്ഷൻസും ഉണ്ടായിരിക്കും. രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലേണിംഗ് കോൺസെപ്റ്റാണ് ബ്ലെൻഡഡ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതേ ഒരു കോൺസെപ്റ്റ് തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മിക്സ്ഡ് ലേണിംഗ്, ഹൈബ്രിഡ് ലേണിംഗ്, ഫ്ലിപ്പ്ഡ് ക്ലാസ്സസ്, ഇങ്ങനെ തുടങ്ങിയ പേരുകളൊക്കെ അറിയപ്പെടുന്നത് ഒരേ കാര്യം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ. തന്നിട്ടുള്ളതിൽ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത ഫാക്ടർ ഏതാണ്? മോട്ടിവേഷൻ, ലേണിംഗ് റെഡിനെസ്, പ്രൊജക്റ്റീവ് ടെക്നിക്സ്, ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്. തന്നിട്ടുള്ളതിൽ ഏതൊക്കെ കാര്യമാണ് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാത്തത്? മോട്ടിവേഷൻ. നല്ല രീതിയിൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. പഠനമാണെങ്കിലും അതല്ലെങ്കിൽ നമുക്ക് ഒരു ജോലിയിലേക്ക് നമ്മൾ പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവശ്യമാണ്? മോട്ടിവേഷൻ ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്. ലേണിംഗ് റെഡിനെസ്. നമുക്ക് കുറേ കാര്യങ്ങൾ ഒരാളിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാതെ നമ്മളിങ്ങനെ കുറേ വായിക്കുന്നുണ്ട്, കുറേ കാണാപ്പാഠം പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്ന കാര്യങ്ങൾ അതല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ തലമണ്ടയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് എന്തു വേണം? നമ്മൾ റെഡി ആയിരിക്കണം അല്ലേ? ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പറയാറുണ്ട്, ടീച്ചറെ എനിക്ക് പഠിക്കാനായിട്ടുള്ളൊരു മൂഡില്ല എന്ന് പറയും. അപ്പോൾ ഇതെന്താണ്? പഠിക്കാനായിട്ടുള്ള മൂഡ് അത്യാവശ്യമാണ് അല്ലേ? ലേണിംഗ് റെഡിനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. പഠിക്കാൻ നമ്മൾ എപ്പോഴാണോ റെഡി ആവുന്നത് അപ്പം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ലേണിംഗ് റെഡിനെസ് അത്യാവശ്യമാണ്. പ്രൊജക്റ്റീവ് ടെക്നിക്സ്. പ്രൊജക്റ്റീവ് ടെക്നിക്സ് ലേണിങ്ങിനെ ബാധിക്കുന്നതാണോ? എന്താണ് ഈ പ്രൊജക്റ്റീവ് ടെക്നിക്സ്? ഒരാളുടെ അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കാനാണ് നമ്മൾ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കുന്നത്. അത് ഈ വീട്ടിൽ പെട്ട ആളല്ല അല്ലേ? മൂപ്പർ എന്താണ്? വീട് മാറി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ്. ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് പഠനത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അല്ലേ? നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ, അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂം റിലേഷൻഷിപ്സ് ഉണ്ട്, നമ്മുടെ കൂട്ടുകാരുമായിട്ടുള്ളതും അധ്യാപകരും നമ്മളുള്ള റിലേഷൻഷിപ്പൊക്കെ എന്തിനാവശ്യമാണ്? നമ്മളെ പഠനത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ആവശ്യമാണ്. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്, അപ്പോൾ തന്നെ എന്താണ്? നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനായിട്ടുള്ളൊരു മൈൻഡ് വരും. അപ്പോൾ ക്ലാസ് റൂം എൻവയോൺമെൻറ്റും എന്തിനെ ബാധിക്കുന്നുണ്ട്? ഒരാളുടെ ലേണിങ്ങിനെ ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസസ്മെന്റ് ഫോർ ലേണിംഗ് ഗീവ്സ് ലെസ് ഇമ്പോർട്ടൻസ് ടു. തന്നിട്ടുള്ളതിൽ അസസ്മെന്റ് ഫോർ ലേണിംഗ് കുറഞ്ഞ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് കാര്യത്തിനാണ്? നീഡ്സ് ഓഫ് സ്റ്റുഡൻസ്, എബിലിറ്റീസ് ഓഫ് സ്റ്റുഡൻസ്, ലേണിംഗ് സ്റ്റൈൽ ഓഫ് സ്റ്റുഡൻസ്, മിസ്റ്റേക്സ് ഫൗണ്ട് ഔട്ട് ബൈ ദ സ്റ്റുഡൻസ് ദംസെൽവ്സ്. അപ്പോൾ ലെസ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന കാര്യം എന്താണ്? അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ അതെന്താണ്? ഫോർമാറ്റീവ് അസസ്മെന്റ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഒരു കാര്യം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നടത്തുന്ന അസസ്മെന്റിനെയാണ് നമ്മൾ അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ അസസ്മെന്റ് ഫോർ ലേണിംഗ് നടത്തുന്നത്. നമ്മളെ പഠിപ്പിച്ചുള്ള ടീച്ചേഴ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലേ? അന്നൊക്കെ നമുക്ക് എന്താണ്? ഈ ടീച്ചർക്ക് വേറെ ഒരു പണിയും ഇല്ലേ, ഇതൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ എന്ന രീതിയിൽ നമുക്ക് നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷേ ആ ടീച്ചർ അന്ന് ചെയ്യുന്ന കാര്യത്തിന് എന്തുണ്ടായിരുന്നു? ഒരു പ്രത്യേക ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എൻ്റെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടോ, അവരുടെ പഠനം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ടീച്ചർ ചോദ്യം ചോദിക്കുന്നത്.
അപ്പോൾ ഒരു അസസ്മെന്റ് ഫോർ ലേണിംഗ് നടത്തി കഴിഞ്ഞാൽ അതിൽ കുറവ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏത് കാര്യത്തിനായിരിക്കും? കുട്ടികളുടെ ആവശ്യങ്ങൾക്കാണോ, അവരുടെ എബിലിറ്റീസിനാണോ, അവരുടെ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കാനാണോ, അതല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണോ? ഏത് കാര്യത്തിനായിരിക്കും? സിമ്പിൾ ആണല്ലേ? ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? മിസ്റ്റേക്സ് ഫൗണ്ട് ഔട്ട് ബൈ ദ സ്റ്റുഡൻസ് ദംസെൽസ്. കുട്ടികൾ തന്നെ അവരുടെ ചിലപ്പോൾ തെറ്റുകൾ കണ്ടുപിടിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അസസ്മെന്റ് ഫോർ ലേണിംഗ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം? കുട്ടികളുടെ ആവശ്യങ്ങൾ അറിയാനായിട്ട് പറ്റും, അവരുടെ എബിലിറ്റീസ് അറിയാൻ പറ്റും, ഇനി അവർ ഏത് രീതിയിലാണ് പഠിക്കുന്നത് എന്നുള്ള ഒരു ലേണിംഗ് സ്റ്റൈലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ ഓഫ് 3-dimensional മോഡൽ. 3-dimensional മോഡലിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. അറ്റ്ലസ്, ടോപ്പോഷീറ്റ്, ഗ്ലോബ്, മാർബിൾ, സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിലേതാണ് ഡയമെൻഷണൽ മോഡലിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? ഏതാണ്? 3D മോഡൽ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ? 3-dimensional മോഡൽ, 3D മോഡൽ എന്നൊക്കെ പറയും. ഇതിലേതാണ് 3D മോഡൽ ആയിട്ട് വരുന്നത്? ഏതാണ്? ഗ്ലോബ് ആണല്ലേ. ഗ്ലോബിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് നമ്മുടെ എർത്തിന്റെ ഒരു സർഫേസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നു, തൊടാൻ പറ്റുന്നു, അതിലുള്ള ഫീച്ചേഴ്സ് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതിനെന്താണ്? അതൊരു 3D മോഡലാണ്. കുട്ടികൾക്ക് എന്ത് ചെയ്യാം? തൊട്ട് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള മാർബിൾ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതെന്താണ്? ഈ മാർബിൾ സോഫ്റ്റ്വെയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെർച്വൽ ഗ്ലോബ് ആപ്ലിക്കേഷൻ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് നമ്മുടെ ഗ്ലോബിനെ തിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കറക്റ്റായ രീതിയിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഓരോ സ്ഥലത്തിനെയും സൂം ചെയ്യാനും അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അപ്രോച്ച് റിലേറ്റഡ് ടു ദ ഗ്രൂപ്പ് മേക്കിംഗ് എമംഗ് സ്റ്റുഡൻസ്. ക്ലാസ്സിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഒരു ഗ്രൂപ്പ് മേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യൂ എന്നുള്ള ഒരു കാര്യം നമ്മൾ കുട്ടികളോട് പറയുന്നു. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അപ്രോച്ച് ഏതാണ്? ആക്ഷൻ, റിസർച്ച്, കേസ് സ്റ്റഡി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, മോഡൽസ് ഓഫ് ടീച്ചിങ്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? കുട്ടികളോട് ഗ്രൂപ്പായിട്ട് ഇരുന്ന് നിങ്ങൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യൂ എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ കുട്ടികൾ അവിടെ എന്താണ് ചെയ്യുന്നത്? കൂട്ടം കൂടി ഇരുന്ന് അവർക്കറിയാവുന്ന നോളജ് അവരെന്ത് ചെയ്യുന്നു? അതിൻ്റെ ഒരു കൊടുക്കലും വാങ്ങലുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഏത് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. നമ്മുടെ വൈഗോട്സ്കി കൊണ്ടുവന്നിട്ടുള്ള സോഷ്യൽ കൺസ്ട്രക്റ്റിവിസവുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റാണിത്. കുട്ടികൾ എന്ത് ചെയ്യുന്നു? സൊസൈറ്റിയുടെ സഹായത്തോടു കൂടി അറിവ് നിർമ്മിക്കുന്നു. ഓക്കെ, 9th ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ പെഡഗോജി ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു. ക്രിട്ടിക്കൽ പെഡഗോജി പ്രാധാന്യം കൊടുക്കുന്നത് ഏത് കാര്യത്തിനാണ്? ലേണേഴ്സ് എക്സ്പീരിയൻസ് ആൻഡ് ഔട്ട്ലുക്സ്, ടീച്ചേഴ്സ് ഇന്റർവെൻഷൻസ്, ദ അഡ്വൈസസ് ഗിവൺ ടു ദ സ്റ്റുഡൻസ്, ദ ലീഡർഷിപ്പ് റോൾ ഓഫ് ടീച്ചർ. ടീച്ചറുടെ ലീഡർഷിപ്പ് റോളാണോ, അതല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന അഡ്വൈസസ് ആണോ, ടീച്ചേഴ്സിൻ്റെ ഇൻ്റർവെൻഷൻ ആണോ, അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസസും ഔട്ട്ലുക്കും ആണോ? എന്താണ് ക്രിട്ടിക്കൽ പെഡഗോജിയിൽ നടക്കുന്നത്? ക്രിട്ടിക്കൽ പെഡഗോജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള കുട്ടികളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇത് പെഡഗോജിയുടെ ഭാഗമാണ് അല്ലേ? നമ്മൾ ടീച്ചർ പറയുന്ന കാര്യം വെള്ളം തൊടാതെ വിഴുങ്ങുന്ന ഒരു സിസ്റ്റം അല്ല നമുക്ക് ഇന്നുള്ളത്. എന്തുകൊണ്ടാണ് ടീച്ചറെ അങ്ങനെ ഉണ്ടായത്, അങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കുട്ടികളെ നമ്മൾ പ്രാപ്തമാക്കണം. നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്തുകൊണ്ടാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് എന്ന് നാളെയിലേക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചോദിക്കാൻ സാധിക്കണം. അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കുട്ടികളാണ് നാളെയുടെ ഭാവി വാഗ്ദാനങ്ങൾ. അപ്പോൾ അതിനു വേണ്ടിയാണ് ക്രിട്ടിക്കൽ പെഡഗോജി നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. സൊസൈറ്റിയിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒരു ദുരാചാരമോ അല്ലെങ്കിൽ മിസ്റ്റേക്സോ ചൂണ്ടിക്കാണിക്കാനും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുമായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. പൗലോ ഫെയർ ആണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ക്രിട്ടിക്കൽ പെഡഗോജി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കുട്ടികൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസസിനും അതുപോലെ തന്നെ അവരുടെ ഔട്ട്ലുക്സിനുമാണ്. അവരെങ്ങനെയാണ് സമൂഹത്തെ കാണുന്നത്, അവർക്ക് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന എക്സ്പീരിയൻസസ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് മുന്നോട്ട് പോകുന്നത്? ക്രിട്ടിക്കൽ പെഡഗോജി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ ആണല്ലോ? ക്രിട്ടിക്കൽ പെഡഗോജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൗലോ ഫെയർ ആണ് ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നുമില്ല, കുട്ടികൾ എന്ത് ചെയ്യുന്നു? എക്സിസ്റ്റിംഗ് സോഷ്യൽ സിസ്റ്റത്തിലെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവരതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പ്രാപ്തരാകുന്നു. ഇനി പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറയുന്ന പൗലോ ഫെയറിൻ്റെ വർക്കിലാണ് ഈ വക കാര്യങ്ങളെ പറ്റി പറയുന്നത്. കുറച്ച് വലിയൊരു ടോപ്പിക്കാണ്, പക്ഷെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്.
ദ ഫുൾ ഫോം ഓഫ് കൈറ്റ്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് കൈറ്റിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക എന്നുള്ളത്. പക്ഷേ എന്താണ്, കേട്ടിട്ട് എക്സാമിന് പോകുന്ന ഒട്ടുമിക്ക കുട്ടികളും ടെൻഷൻ കാരണമാണോ അല്ലയോ എന്നറിയില്ല, തെറ്റിച്ച് വെക്കാൻ സാധ്യതയുള്ളതും ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ ഫുൾ ഫോമുകളായിരിക്കും. അപ്പോൾ കൈറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കേരള ഇൻഫർമേഷൻ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നിക്കൽ ഇവാലുവേഷൻ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള കൈറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. 2005 കൈറ്റ് വിക്ടേഴ്സ് ചാനൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതെന്ന് നമുക്കറിയാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന ഒരു ചാനലാണ് കൈറ്റ് വിക്ടേഴ്സ് ചാനൽ. കുട്ടികൾക്ക് എന്താണ്, വിദ്യാഭ്യാസം വിനോദകരമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമുക്ക് എന്താണ്, ഇപ്പോൾ നമ്മൾ കൊറോണ ഉള്ള സമയത്തൊക്കെ ഒരുപാട് കുട്ടികൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ് കൈറ്റ് വിക്ടേഴ്സ് ചാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് റൂം പഠനം നമുക്ക് അതേ ഒരു എക്സ്പീരിയൻസിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഉള്ള ദിവസങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മുടെ എക്സാം ഡേറ്റിംഗ് എത്തി. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇന്നെടുത്ത കാര്യങ്ങൾ, ഈ ഒരു സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.